ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് വിത്ത് എ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10th ഫോർത്ത് ചാപ്റ്റർ സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അതായത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. നമ്മൾ ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമ്മുടെ ഭരണം കയ്യേറിയതും നമ്മളെ അടിമകളെ പോലെ ആക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യ സമരം വഴി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും അതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെറിയ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രിട്ടീഷ് ചൂഷണത്തെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ ചൂഷണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. എ ഡേ ഇൻ ജനുവരി 1907, ഇറ്റ് വാസ് ഓൺ ദാറ്റ് ഡേ ദ വെഡിങ് ഓഫ് Gangul's daughter was solemnized. Gangul was a farmer from a village near Calcutta. A lot of guests gathered in the marriage. They all were received by offering sweets, but the sweets were without sugar. Instead, it contained jaggery. When someone asked about it, Gangul responded with pride, "The British are responsible for all of our miseries. Hadn't we decided to boycott their products? So I preferred Indian jaggery to British sugar." അതായത് 1907 ജനുവരിയിൽ ഒരു ദിവസം കൽക്കത്തയിൽ ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിയുടെ മകളുടെ വിവാഹമായിരുന്നു അന്ന്, ഗാംഗുലിൻ്റെ. അപ്പോൾ മുറ്റത്ത് ഒരു ചെറിയ പന്തലിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് അതിഥികൾ വന്നു. അവരെയൊക്കെ മധുരപലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. പക്ഷേ ആ മധുരപലഹാരങ്ങളിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ചേർത്തത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാംഗുല അഭിമാനത്തോടുകൂടി പറഞ്ഞു, വിത്ത് പ്രൈഡ്, അഭിമാനത്തോടുകൂടി പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചല്ലോ. ബോയ്ക്കോട്ട് മീൻസ് ബഹിഷ്കരിക്കുക, വേണ്ടാന്ന് വയ്ക്കുക. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചു. അപ്പോൾ ആ സമയത്ത് എല്ലാ രീതിയിലും ബ്രിട്ടീഷുകാരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വേണ്ട എന്ന് വെച്ചിട്ട് തുണിത്തരങ്ങളായാലും ഫുഡായാലും എന്ത് സാധനമാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ ഒന്നും നമ്മൾ വേണ്ട എന്ന് വെച്ചിരുന്നു. ആ ഒരു ബഹിഷ്കരണത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. What could be the reason for the people to boycott the British products? In what ways did the British rule affect the Indians? How did they respond to the British rule? Let's examine them. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ എന്താണ് പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത്? അവരെങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതികരിച്ചത്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. In the previous classes, we have discussed the establishment of the British rule by subjugating princely state. അതായത് കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഒന്നൊന്നായി കീഴടക്കി അധികാരം കൈയടക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. The British conquered princely state using military forces and diplomatic strategies. അതായത് അവർ നമ്മുടെ അധികാരങ്ങൾ, നമ്മുടെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കിയത് അവരുടെ സൈനിക ശക്തി ഉപയോഗിച്ചിട്ടാണ്. മിലിറ്ററി ഫോഴ്സസ് ആൻഡ് ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജീസ്. അവർ ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കുള്ളൂ, നമുക്കും കൂടി നല്ലതാണ് എന്നുള്ള രീതിയിൽ അവർ നയതന്ത്രപരമായിട്ട് പല കാര്യങ്ങളും മാനേജ് ചെയ്തു. It was during the span of 100 years between the Battle of Plassey in 1757 and the First War of Indian Independence in 1857 that a major part of India came under the British rule. അതായത് 1757 പ്ലാസി യുദ്ധം മുതൽ 1857 സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിലായി. അതിൻ്റെ മാപ്പ് താഴെ തന്നിട്ടുണ്ട്. Around 63% of the regions in the Indian subcontinent had come under the direct control of the British. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി, ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ്. The rest of the regions were ruled by the native kings who had been subjugated to the ബ്രിട്ടീഷ്. അതായത് ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങളെല്ലാം ഈ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഫേവർ ചെയ്യുന്ന നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ഡയറക്റ്റ് റൂളിൽ കുറച്ച് സ്ഥലങ്ങളിലും അല്ലാതെ അവർക്ക് ഫേവർ ചെയ്യുന്ന നാട്ടുരാജാക്കന്മാർ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഭരിച്ചു. യെല്ലോ റീജിയൻസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ 1857
ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന റീജിയൻസാണ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ മലബാർ ഭാഗത്തൊക്കെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണമായിരുന്നു. താഴെ സിലോൺ എന്ന് കൊടുത്തിട്ടിരുന്നത് ഇന്നത്തെ ശ്രീലങ്കയാണ്. പണ്ട് സിലോൺ എന്നായിരുന്നു പേര്. ഇമ്പാക്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് പോളിസീസ്. Farmers were one of the immediate victims of the British rule. It was the land revenue system implemented by the British that destroyed the backbone of the farmers. അതായത് ഫാമേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്തത്. ആദ്യം ഈ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൻ്റെ ദുരിതം ആദ്യം അനുഭവിച്ച വിഭാഗം എന്ന് പറയുന്നത് ഫാമേഴ്സ് ആയിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങളാണ് കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. അവർ ഒരുപാട് ഭൂമിക്ക് ടാക്സ് കൊടുക്കണമായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. ദ എയിം ഓഫ് ദെയർ ടാക്സ് പോളിസി വാസ് ടു മാക്സിമൈസ് ദ ഇൻകം. അവരുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. The land revenue system implemented in various regions under the British rule was different. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും പല രീതിയിലുള്ള നികുതി സമ്പ്രദായങ്ങൾ ടാക്സാണ് ഉണ്ടായിരുന്നത്. The following table shows the British land revenue system in India. ബ്രിട്ടീഷുകാരുടെ പല രീതിയിലുള്ള ഭൂനികുതി സമ്പ്രദായങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയും. നടപ്പിലാക്കിയ റീജിയൻസ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ റീജിയൻസ്. രണ്ടാമത്തേത് റൈറ്റ് വാരി സിസ്റ്റം, അത് സൗത്ത് ഇന്ത്യൻ റീജിയൻസിലായിരുന്നു റൈറ്റ് വാരി. തേർഡ്, മഹൽവാരി സിസ്റ്റം. മഹൽവാരി എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് റീജിയൻസ് ആയിരുന്നു, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുജറാത്ത് ഭാഗത്തൊക്കെ, ആ ഭാഗത്ത് ഗുജറാത്ത്, രാജസ്ഥാൻ, അതൊക്കെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയാണ്. അങ്ങനെ 3 തരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഇനി അതൊക്കെ എന്താണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. In the permanent land revenue settlement, the tax was collected by zamindars. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി മുഴുവൻ പിരിച്ചെടുത്തിരുന്നത് സമീന്ദാർമാരായിരുന്നു. ആരാണ് സമീന്ദാർ? സമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ് വെയർ ഹി ഹാഡ് ദ ജൂറിസ്ഡിക്ഷൻ ടു കളക്ട് ടാക്സ്. അതായത് നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥനായിരുന്നു സമീന്ദാർ. While the zamindars became the owners of the land, the actual farmers become tenants. zamindar ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി. Farmers were to pay up to 60% of the yield as tax. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതി കൊടുക്കണമായിരുന്നു. Tax was to be paid even at the time of poor yield. വിളവ് മോശമായാലും വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും എന്ത് തന്നെ ആയാലും ഈ വിളവിൻ്റെ 60% കർഷകർ നികുതി നൽകണമായിരുന്നു. The tax was to be paid in cash strictly before the cut-off date. Before introducing this system, tax could be paid in kind. അതായത് നിശ്ചിത തീയതിക്കുള്ളിൽ നികുതി പണമായിട്ട് തന്നെ നൽകണമായിരുന്നു. പണ്ട് കാലത്ത് നമുക്കറിയാം ബാർട്ടർ സംവിധാനം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് സാധനങ്ങളായിട്ട് കൊടുത്ത് സാധനങ്ങൾ വാങ്ങാമായിരുന്നു. സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു സിസ്റ്റമായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ടാക്സ് എന്ന് പറയുന്ന പണമായിട്ട് തന്നെ നൽകണമായിരുന്നു. അന്നത്തെ കാലത്ത് പണം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ പണം നികുതി പണം കൊടുക്കാൻ വേണ്ടി ഈ കർഷകർ അവരുടെ നികുതി, അവരുടെ ലാൻഡ് ഈട് വെച്ച് ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റിന് പലിശയ്ക്ക് പണം എടുത്തുമൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഏറ്റവും ലാസ്റ്റ് പലിശ കൊടുക്കാനില്ലാതെയും പണം തിരിച്ചു കൊടുക്കാനില്ലാതെയും ആ ലാൻഡ് സമീന്ദാഴ്സ് കൈക്കലാക്കും. അങ്ങനെയാണ് സമീന്ദാഴ്സ് ഭൂവുടമകളായത്. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി കൊടുത്തിരുന്നത്. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി പണം തന്നെ നൽകേണ്ടി വന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ്, അതായത് ലോർഡ് കോൺവാലിസ്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് സിസ്റ്റം. കോൺവാലിസ് പ്രഭുവാണ് ഈ സിസ്റ്റം നടപ്പിലാക്കിയത്. ഏത്? ശാശ്വത ഭൂനികുതി എന്നുള്ള സിസ്റ്റം നടപ്പിലാക്കിയത് ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് ആണ്. In the right wari system introduced in South India, the land revenue was collected directly from the farmers. അതായത് റൈറ്റ് വാരി സിസ്റ്റം വന്നത് എവിടെയായിരുന്നു? സൗത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ റൈറ്റ് വാരി സിസ്റ്റം വന്നപ്പോൾ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിരുന്നത് നേരിട്ട് കർഷകരിൽ നിന്നായിരുന്നു.
നേരിട്ട് കർഷകരിൽ നിന്ന് നികുതി പിരിക്കുന്ന രീതിയാണ് റൈറ്റ് വാരി എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് ഇവിടെയും കർഷകനെ ദരിദ്രന്മാരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. Though ownership of land was vested with the farmers, excessive tax impoverished them. Furthermore, the tax rates were frequently increased. In the Mahalwari system, the village headman was assigned the responsibility to collect tax. The tax rate was excessive in this system too. The entire village was considered as a single unit of tax collection. അതായത് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഹൽവാരി സിസ്റ്റമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. നോർത്ത് വെസ്റ്റ് റീജിയൻ ഓഫ് ഇന്ത്യയിൽ മഹൽവാരി വ്യവസ്ഥയിലായിരുന്നു നികുതി പിരിവുണ്ടായിരുന്നത്. അവിടെ നികുതി പിരിച്ചെടുത്തത് ഗ്രാമതലവന്മാരായിരുന്നു. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരുന്നു. ഇൻട്രസ്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരുന്നു. അത് തന്നെയല്ല, ഗ്രാമത്തെ ഒരു മഹൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെയാണ് അവർ നികുതി പിരിച്ചിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അവിടെ ജമീന്ദാഴ്സ് ആയിരുന്നു നികുതി പിരിച്ചിരുന്നത്. രണ്ടാമത്തേത് സൗത്ത് ഇന്ത്യയിലെ റൈറ്റ് വാരി സിസ്റ്റം. അവിടെ നേരിട്ടുള്ള കളക്റ്റിംഗ് ആയിരുന്നു. തേർഡ് മഹൽവാരി, നോർത്ത് വെസ്റ്റ് റീജിയൻ ഓഫ് ഇന്ത്യയിൽ. അവിടെ ഗ്രാമതലവൻ അതായത് വില്ലേജ് ഹെഡ്മാൻ ആയിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ദ ലാൻഡ് റവന്യൂ പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് അഫക്റ്റഡ് ദ അഗ്രികൾച്ചറൽ സെക്ടർ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളെല്ലാം കാർഷിക രംഗത്ത് വളരെയധികം പ്രത്യാഘാതങ്ങളുണ്ടാക്കി. വെൻ ദേ വെർ അണേബിൾ ടു പേ ടാക്സ് ഇൻ ദ ഫോം ഓഫ് മണി ബിഫോർ ദ ഡെഡ് ലൈൻ. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് കടം വാങ്ങേണ്ടി വന്നു. They had to take loan from money lenders at a high rate of interest. അതായത് മണി ലെൻഡേഴ്സ്, കൊള്ളപ്പലിശക്കാരുടെ നിന്ന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവർ പണം കടമായി വാങ്ങാൻ തുടങ്ങി. ദ ലോൺസ് വെയർ ഒബ്റ്റെയിൻഡ് ബൈ മോർട്ട്ഗേജിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. കൃഷിയിടമാണ് അവർ ഈട് കൊടുത്തിരുന്നത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു. ദ അഗ്രികൾച്ചറൽ ലാൻഡ് ഓഫ് ദ ഫാമേഴ്സ് ഹു കുഡ് നോട്ട് പേ ബാക്ക് ദ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് വാസ് സീസ്ഡ് ബൈ ദ മണി ലെൻഡേഴ്സ്. അങ്ങനെ കർഷകരിൽ നിന്ന് ഈടാക്കിയ പലിശ തികയാതെ വരും. അവർക്ക് ആ മുതൽ അടയ്ക്കാൻ കഴിയാതെയും പലിശ അടയ്ക്കാൻ കഴിയാതെയും വരുന്നതോടുകൂടി ഈ കൊള്ളപ്പലിശക്കാർ ഭൂമി കൈയടക്കും. നെക്സ്റ്റ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണം. Traditionally, the peasants in India were engaged in agriculture mainly to produce things only to meet the needs of the family and the village. അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇവിടെ കൃഷി ചെയ്തിരുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. കൂടുതലും ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് ആയിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ദേ വെർ കമ്പൽഡ് ടു കൾട്ടിവേറ്റ് ക്രോപ്സ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് നീഡ്സ്. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി മാർക്കറ്റിൽ എന്താണ് ആവശ്യം, മാർക്കറ്റിൻ്റെ ആവശ്യം അറിഞ്ഞ് അവർ കൃഷി ചെയ്യിപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു കർഷകരെ. അതായത് വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യിപ്പിക്കാൻ നിർബന്ധിച്ചു. As a result, the commercial crops were largely cultivated instead of food crops. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വളരെയധികം കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ടേംഡ് ആസ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് ഫുഡ് ക്രോപ്സ് നിർത്തലാക്കി കൊമേഴ്ഷ്യൽ ക്രോപ്സ്, നമ്മുടെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കി മാർക്കറ്റ് വാല്യൂ കൂടുതലുള്ള കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കർഷകരെ നിർബന്ധിച്ചു. അതിനെയാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. വി ഹാവ് സീൻ ദാറ്റ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ബിഫോർ ദ ഡെഡ് ലൈൻ. ടു മീറ്റ് ദിസ് ദേ കൾട്ടിവേറ്റഡ് ദ ക്രോപ്സ് ദാറ്റ് ഹാഡ് ഹയർ മാർക്കറ്റ് പ്രൈസ്.
അതായത് നമ്മൾ മനസ്സിലാക്കി ബ്രിട്ടീഷുകാരുടെ കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നു, കർഷകർ ഒരുപാട് നികുതി കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് തന്നെയല്ല, ഈ നികുതി പണമായിട്ട് നൽകണമായിരുന്നു, സാധനങ്ങളായിട്ട് നൽകിയാൽ പോരാ, പണമായിട്ട് തന്നെ നൽകണമായിരുന്നു, അതും നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ നൽകണം. അപ്പോൾ ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയിട്ടാണ് കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. കാരണം ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള പണം ലഭിക്കില്ല. അപ്പോൾ നാണ്യവിളകൾ തന്നെ കൃഷി ചെയ്തെങ്കിലാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ കൂടുതൽ ഹയർ എമൗണ്ട് ഓഫ് മാർക്കറ്റ് പ്രൈസുള്ള സാധനങ്ങൾ കൃഷി ചെയ്താൽ മാത്രമാണ് അവർക്ക് ആ പണം ലഭിക്കുമായിരുന്നുള്ളൂ. Thus the Indian lands became the cultivating field of Europe. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. യൂറോപ്പിലെ ആളുകൾക്ക് അവിടുത്തെ മാർക്കറ്റിന് വേണ്ടി ഇന്ത്യൻ കൃഷിയിടങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. From the table below, identify the major crops that were widely cultivated in that period. ആ സമയത്ത് യൂറോപ്പിന് വേണ്ടി കൃഷി ചെയ്യാൻ തുടങ്ങിയ കൃഷിവിളകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇൻഡിഗോ ആണ്. ഇൻഡിഗോ മലയാളത്തിൽ നീലം എന്ന് പറയും. നീലം എന്ന് പറയുന്നത് ഈ വസ്ത്രങ്ങൾക്ക് ചായം കൊടുക്കുന്ന ഒരു വസ്തുവാണ്, കളറ് കൊടുക്കുന്ന ഒരു വസ്തു. ഇൻഡിഗോ കൃഷി ചെയ്തിരുന്നത് ബംഗാൾ, ബീഹാർ എന്നീ ഭാഗങ്ങളിലാണ്. നെക്സ്റ്റ് കോട്ടൺ, പരുത്തി കൃഷി മഹാരാഷ്ട്ര, പഞ്ചാബിലായിരുന്നു. ദെൻ ഷുഗർ കെയിൻ, കരിമ്പ് ഉത്തർപ്രദേശിലായിരുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ദെൻ തേയില ആസാമിലും കേരളവും ഉണ്ട്. ദെൻ ചണം എന്ന് പറയുന്നത് ജൂട്ടിനെ ചണം എന്നാണ് പറയുന്നത്, അത് ബംഗാളിൽ. വീറ്റ് പഞ്ചാബ്, ഗോതമ്പ്. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ഇങ്ങനെയുള്ള ക്രോപ്സാണ് ആ സമയത്ത് യൂറോപ്പിന് വേണ്ടി ഇന്ത്യൻ കൃഷിയിടങ്ങളിൽ ഒരുങ്ങിയിരുന്നത്. നെക്സ്റ്റ് വൺ ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ ഹാഡ് ഹൈ പ്രൈസ് ഇൻ ദ മാർക്കറ്റ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഇൻഡിഗോയ്ക്ക്, അതായത് നീലത്തിന് ആ കാലത്ത് ഉയർന്ന വില ലഭിച്ചിരുന്നു, മാർക്കറ്റ് പ്രൈസ് ലഭിച്ചിരുന്നു. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ഡൈയിങ്, ഫോർ നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് were used then. അന്നത്തെ കാലത്ത് തുണികൾക്ക് നിറം നൽകാൻ ഉപയോഗിച്ചിരുന്നതാണ് നീലം. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നുണ്ടായിരുന്നില്ല. With the Industrial Revolution in the 18th century in England, textile industry gathered much momentum and the demand for indigo further increased. 18ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അതോടുകൂടി തുണി നിർമ്മാണ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായി. അതോടുകൂടി നീലത്തിൻ്റെ ആവശ്യവും വർദ്ധിച്ചു. ഇറ്റ് വാസ് നെസസറി ഫോർ ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് ടു ഗെറ്റ് ഇൻഡിഗോ പ്ലാന്റേഷൻ സ്പ്രെഡ് ടു മോർ റീജിയൻസ് ഇൻ ഇന്ത്യ. അങ്ങനെ ബ്രിട്ടീഷുകാർ നീലം കൃഷി ഇന്ത്യയിൽ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. ദേ ഗേവ് ദ ഫാമേഴ്സ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി എന്നായിരിക്കും ആസ് അഡ്വാൻസ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ. അതായത് കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ദ ഫാമേഴ്സ് succumbed to the temptation of the company owners and widely planted indigo as they were in trouble with no other means to pay the heavy land tax. അതായത് ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിനു വഴങ്ങി നീലം കൃഷി വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങി. Each farmer who accepted the advance amount from the British was liable to plant indigo in a fixed portion of his land. അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ ഒരു ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് ഒരു നിബന്ധന വെച്ചു. The farmers were also compelled to cultivate it at the most fertile part of the agricultural land. ഏതെങ്കിലും ഒരു ഭാഗത്ത് കൃഷി ചെയ്താൽ പോരാ, ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭാഗത്ത് തന്നെ നീലം കൃഷി ഇറക്കണം. So the land used for the cultivation of food grains was to be reserved for indigo plantation. അങ്ങനെ ഫുഡിന് മാത്രമായി അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ഇറക്കാൻ തുടങ്ങി. Due to the interference of the British agents in the harvesting season, the farmers received only a lower price for indigo.
അപ്പോൾ വിളവെടുപ്പ് കാലത്ത് ആ സമയമാകുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഏജൻറ്റുമാർ വരാൻ തുടങ്ങും. ബ്രിട്ടീഷ് ഏജൻറ്റുമാർ വന്ന് ഈ കർഷകരുടെ നിന്ന് പിന്നെയും പണം വാങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് അല്ലെങ്കിൽ അവരൊരു ഇടനിലക്കാരായി നിൽക്കും. അപ്പോഴും ഇവർക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസ് തന്നെയാണ് ഇൻഡിഗോയ്ക്ക് ലഭിക്കുന്നത്. Later, when artificial colors were invented, indigo became obsolete. This made the plight of the farmers more miserable, for they had used much of their land for indigo cultivation. പക്ഷെ പിന്നീടുള്ള കാലങ്ങളിൽ നീലത്തിന് വില കുറയാൻ തുടങ്ങി. കാരണം കൃത്രിമ ചായങ്ങളുടെ കണ്ടുപിടുത്തം, ആർട്ടിഫിഷ്യൽ കളേഴ്സ് വരാൻ തുടങ്ങിയതോടുകൂടി നീലത്തിന് ആവശ്യമില്ലാതെയായി. അതോടുകൂടി കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ച കർഷകൻ്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ ദുരിതത്തിലായി. ഒരു ഭാഗം എന്നല്ല, ഏറ്റവും നല്ല ഭാഗം, കൃഷിഭൂമിയുടെ ഏറ്റവും നല്ല ഭാഗമാണ് നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചത്. അങ്ങനെയുള്ളവർ ഒരുപാട് കഷ്ടത്തിലായി. In 1859, the farmers of Bengal organized themselves and declared that they were giving up indigo cultivation. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. They attacked indigo factories with bows, arrows, swords and spears. അവർ അമ്പും വില്ലും വാളും കുന്തവും ഒക്കെ ആയിട്ട് നീലം ഫാക്ടറികളെ ആക്രമിച്ചു. The rioters excommunicated the British supporters and those who worked for the British. Hearing the news, several educated people from Calcutta reached the revolt areas and extended their support. അതായത് നിരവധി സ്ത്രീകളും ഈ കലാപത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചിരുന്നു. പിന്നെ ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൊൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കലാപ സ്ഥലങ്ങളിൽ എത്തി കർഷകർക്ക് പിന്തുണ കൊടുത്തു. നമ്മൾ ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ നമ്മളെല്ലാവരും ഒന്നടക്കം പറയുന്നത് ബംഗാളികൾ എന്നാണ്. പക്ഷെ അവർ ബംഗാൾ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നവരായിരിക്കില്ല. അവർ ചിലപ്പോൾ ഒറീസക്കാരുണ്ടാവും, ആസാമീസ് ഉണ്ടാവും, ഉത്തർപ്രദേശിൽ നിന്നുണ്ടാവും, ഗുജറാത്തിൽ നിന്നുണ്ടാവും, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നുണ്ടാവും. പക്ഷേ സാധാരണക്കാരെ എപ്പോഴും പറയാം ബംഗാളികൾ എന്നുള്ളതാണ്. അതും ഏറ്റവും വില കുറഞ്ഞ രീതിയിലാണ് അത് പറയുന്നത്. ബംഗാളികളാണ്, അവൻ ബംഗാളിയാണെന്ന് പറയും. പക്ഷേ ഈ ബംഗാളിൽ ഒരു കാലത്ത്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തും അതിനു മുമ്പും ഒക്കെ ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാപിറ്റലായിരുന്നു. ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഇന്ത്യൻ ക്യാപിറ്റലായിരുന്നു ബംഗാൾ. പിന്നെ അവിടെ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ബംഗാൾ. ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, രാജാറാം മോഹൻ റോയ്, ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ക്രിക്കറ്റർ ഗാംഗുലി, അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രശസ്തി ആർജിച്ച ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത്. ടാഗോറിനെ പോലെയും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ബംഗാൾ. ഇന്നത്തെ ബംഗാൾ ആയിരുന്നില്ല അന്ന്. The revolt had a strong effect on the government. The government immediately appointed a commission to study the problems of indigo farmers. The commission found that the indigo farming was uneconomic and proposed to stop it. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ കർഷകർക്ക് സപ്പോർട്ടായിട്ട് വരാൻ തുടങ്ങിയതോടുകൂടി ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നതോടുകൂടി അവർ ഒരു കമ്മീഷനെ നിയമിച്ചു. ആ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം ഗവൺമെൻറ് തീരുമാനിച്ചു നീലം കൃഷി ലാഭകരമല്ല, അതുകൊണ്ട് അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് നീലം കൃഷി അവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പെസന്റ് റിവോൾട്ട്സ് ഇൻ കേരള. അതേ സമയത്ത് കേരളത്തിലും കർഷക കലാപങ്ങൾ തുടങ്ങിയിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. British Malabar witnessed many peasant struggles. It was the exploitation and suppression of the landlords and the British that led to the revolt in Malabar. അതായത് ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു അന്ന് മലബാറിലും ഇതുപോലെ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലും. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ മീൻസ് ചൂഷണവും അടിച്ചമർത്തലും. The British treated the Janmis means landlords as owners of the land. അതായത് ജന്മിമാരെയാണ് ഭൂമിയുടെ ഉടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. The revolt was against the atrocities of the landlords, including eviction of tenants. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടി ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്.
സച്ച് അട്രോസിറ്റീസ് വെർ ക്യാരിഡ് ഔട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷ്. ഇതിനെല്ലാം, ഈ കുടിയൊഴിപ്പിക്കലിനെല്ലാം ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫാമേഴ്സ് ഓഫ് സൗത്ത് മലബാർ വെർ ടെനൻസ് ഹു കൾട്ടിവേറ്റഡ് ദ ലാൻഡ് ഒബ്റ്റെയിൻഡ് ഓൺ ലീസ് ഫ്രം ലാൻഡ് ലോഡ്സ്. അതായത് ഭൂ ഉടമകളായിരുന്നു ജന്മിമാർ. ആ ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്താണ്, അല്ലെങ്കിൽ ലീസിന് എടുത്തിട്ടാണ് കൃഷി ചെയ്ത പാട്ടക്കുടിയന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. Most of these tenants were മാപ്പിളാസ്. Muslims in Malabar are known as മാപ്പിളാസ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൃഷിഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്നവരിൽ ഏറ്റവും കൂടുതൽ മാപ്പിളമാരായിരുന്നു. മാപ്പിളമാർ എന്ന് പറയുന്നത് മലബാറിലെ മുസ്ലിംസിനെയാണ്. So these struggles that happened in the 19th century are known as the മാപ്പിള rebellions. അതുകൊണ്ടാണ് 19ാം നൂറ്റാണ്ടിലുണ്ടായ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത്. Canoli. During Mapla riots, the insurgents murdered Canoli, then district magistrate of Malabar, at his residence in West Hill, Calicut. അതായത് മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലി. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചിട്ട് ഈ മാപ്പിളമാരായ കലാപകാരികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരുന്നു. Around 22% revolts took place in Malabar. To suppress these revolts, the British raised a special armed police battalion named Malabar Special Police, MSP. അതായത് 22ഓളം കലാപങ്ങൾ ആ സമയത്ത് മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെല്ലാം അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ്, MSP എന്ന പേരിലൊരു വിഭാഗം പോലീസ് സേനയെ ബ്രിട്ടീഷുകാർ രൂപീകരിച്ചു. Then, to inquire about the frequent revolts, the British government appointed William Logan Commission. The commission pointed out that the cause of the struggle was the unfair land revenue system of the British. അതായത് ഈ കലാപങ്ങളെപ്പറ്റി, മലബാർ കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പാടാക്കിയ കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് ഈ വില്യം ലോഗൻ ലീഡറായിട്ടുള്ള കമ്മീഷൻ ഉറപ്പിച്ചു പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് സ്ട്രഗിൾസ്, സ്റ്റോംസ്, ജംഗിൾസ്. അതായത് ഗോത്ര ജനതയുടെ കലാപത്തെ പറ്റി, അവരെങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ എതിർത്ത് നിന്നത് എന്നതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ദ സന്താൾ ഈസ് എ ട്രൈബ് ഇൻഹാബിറ്റിംഗ് ദ വാലീസ് ഓഫ് രാജ്മഹൽ ഹിൽസ് സ്ട്രെച്ചിങ് അക്രോസ് ദ പ്രസൻറ്റ് ബംഗാൾ, ജാർഖണ്ഡ് ആൻഡ് ബീഹാർ. ദേ ലിവ്ഡ് ക്ലോസ്ലി വിത്ത് നേച്ചർ ആൻഡ് ഏൺ ഡേ ലിവിംഗ് ബൈ ഫാമിംഗ് ആൻഡ് കളക്ടിംഗ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അതായത് ഇന്നത്തെ ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയാണ് സന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവരായിരുന്നു സന്താൾ ജനത. They were sturdy and hard-working and had their own unique culture. The rhythm of their life was disturbed with the establishment of the ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെട്ടു തുടങ്ങി. ഇവർ ഒരുപാട് കരുത്തരുമായിരുന്നു, അധ്വാനശീലരും അവരുടേതായ സംസ്കാരം, കൾച്ചറും ഉള്ളവരായിരുന്നു സന്താൾമാർ. ജമീന്ദാർസ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചേർഡ് ദെയർ ലാൻഡ്. ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് മെയ്ഡ് ദം വർക്ക് ആസ് സ്ലേവ് ഇൻ ലേയിങ് റെയിൽവേ ലൈൻസ്. അതായത് ജമീന്ദാർമാരായിരുന്നു ടാക്സിൻ്റെ ഏജൻറ്റുമാർ, ടാക്സ് പിരിക്കാൻ വരുന്ന ഏജൻറ്റുമാർ. ജമീന്ദാർമാരും കൊള്ള പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിപ്പിച്ചു. Then, when their life became unbearable, they decided to take up arms against the British under the leadership of Sidhu and Kanhu. The Rajmahal Hills became a battlefield against the British. The British were shocked at their fighting spirit, but the Sandals could not keep it going for long. Thousands of Sandals were killed in the struggle. അതായത് അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു. അങ്ങനെ അവരുടെ ജീവിതം വഴിമുട്ടി. അപ്പോൾ അവരുടെ നേതാക്കന്മാരായിരുന്നു, സന്താൾമാരുടെ നേതാക്കളായിരുന്നു സിദ്ധുവും കാനുവും. അങ്ങനെ അവർ ആയുധമെടുക്കാൻ തുടങ്ങി. ആ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരായിട്ട് അവർ പോരാടാൻ തുടങ്ങി. പക്ഷെ അവരുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. കാരണം അവർ അമ്പും വില്ലും വളരെയധികം വന്യമായിട്ടുള്ള രീതിയിലാണ് അവരുടെ ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ കുറച്ച് നാളത്തേക്കെങ്കിലും ബ്രിട്ടീഷുകാർ പകച്ചു നിന്നെങ്കിലും പക്ഷെ ദീർഘനാളം അങ്ങനെ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, സന്താൾമാർക്കും കഴിഞ്ഞില്ല പിടിച്ചു നിൽക്കാൻ. അങ്ങനെ ആയിരക്കണക്കിന് സന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു.
സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള സ്റ്റാമ്പാണത്. The above description is about the resistance of the Santals against the British in 1855. 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനത എന്ന് പറയുന്ന ഗോത്ര വിഭാഗമാണ് അവർ നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. The tribes became the victims of the British rule. Gathering forest produce, cattle rearing, shifting, cultivation and hunting were their major means of livelihood. അതായത് അവർ വനത്തിൻ്റേതായ രീതിയിലാണ് അവർ ജീവിച്ചു പോന്നിരുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും കന്നുകാലി വളർത്തിയും പൂനം കൃഷി നടത്തിയും വേട്ടയാടലും ഇതൊക്കെയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. അത് ഫോറസ്റ്റിനെ ഒരു രീതിയിൽ നശിപ്പിക്കാത്ത രീതിയിലാണ് അവരുടെ ജീവിത രീതി. പക്ഷേ ഈ ബ്രിട്ടീഷ് ഭരണം വന്നതോടുകൂടി അവരുടെ ജീവിതം ഒരുപാട് കഷ്ടത്തിലായി. The Forest Act imposed by the British made their life miserable. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരുപാട് വന നിയമങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ ഗോത്ര ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലായി മാറി. വന നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവർ ഒരു പാർട്ട് ഓഫ് ഫോറസ്റ്റ് അവർ സംരക്ഷിത വനമായിട്ട് വെച്ചു. ഈ സംരക്ഷിത വനങ്ങളിലേക്ക് പിന്നീട് ഗോത്ര ജനതയ്ക്ക് കടന്നു കയറാൻ പറ്റാതെയായി. പക്ഷേ ഈ സംരക്ഷിത വനം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ആ വനത്തിൽ നിന്ന് സാധനങ്ങൾ, അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ അവർ ആ വനത്തിൽ നിന്ന് ശേഖരിച്ചിരുന്നു. They were prohibited to enter forest when the British declared forest as protected. അത് കപ്പൽ നിർമ്മാണത്തിനും റെയിൽവേ പാതയ്ക്കുമൊക്കെ ആയിട്ട് ഒരുപാട് മരങ്ങൾ ബ്രിട്ടീഷുകാർ അതിൽ നിന്ന് മുറിച്ചിരുന്നു, ഈ ഫോറസ്റ്റിൽ നിന്ന് മുറിച്ചിരുന്നു. The forests that were abandoned with the trees required by the British were declared as protected forest. The British widely felled trees from forest to lay railway lines and build ships and for plantation. The British levied tax at higher rates on the forest produce collected by the tribes. This situation led the tribes to fight against the British. അതായത് കപ്പൽ നിർമ്മാണം, റെയിൽവേ പാത ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വനത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചു. പിന്നെ തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായിട്ട് നശിപ്പിച്ചു. പല രീതിയിലുള്ള വ്യവസായങ്ങൾ, തോട്ടം വ്യവസായങ്ങൾ, പ്ലാന്റേഷൻസ് അല്ലെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്സ് ഒക്കെ ആരംഭിക്കാൻ വേണ്ടി വനങ്ങൾ കംപ്ലീറ്റ് നശിപ്പിച്ചു. പിന്നെ വനവിഭവങ്ങളുടെ മേൽ, ഗോത്രജനത വനവിഭവങ്ങൾ കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. ആ വനവിഭവങ്ങളുടെ മേൽ വളരെയധികം ടാക്സ് ബ്രിട്ടീഷുകാർ ഏർപ്പാടാക്കി. അതോടുകൂടി ഇവരുടെ ജീവിതം ഒരുപാട് കഷ്ടത്തിലായി. നെക്സ്റ്റ്, അതുപോലെയുള്ള ഒരു ഗോത്രജനത കേരളത്തിലും ഉണ്ടായിരുന്നു. കുർച്യ എന്നാണ് അവരുടെ ഗോത്രവിഭാഗത്തിൻ്റെ പേര്. അതിനെപ്പറ്റി നോക്കാം. കുർച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ ഇൻസർജൻസി അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു കലാപമാണ് കുർച്യ കലാപം. വയനാട്ടിലാണ് കുർച്യ. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ കുർച്യ ആൻഡ് ദ കുറുംബ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812. 1812 ഗോത്രജനതയായ കുറിച്യരും കുറുമ്പരുമാണ് വയനാട്ടിൽ ഈ കലാപം നടത്തിയത്. ഇതിൻ്റെ കാരണങ്ങളൊക്കെ എന്തായിരുന്നു? ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്, കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്, സീസിങ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതായത് ബ്രിട്ടീഷുകാരുടെ അമിത നികുതി പണമായിട്ട് ഇൻ ക്യാഷ് ആയിട്ട് തന്നെ അടയ്ക്കണം എന്ന് നിർബന്ധിച്ചത്. പിന്നെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമിയും ബ്രിട്ടീഷുകാർ സീസ് ചെയ്യുക അല്ലെങ്കിൽ പിടിച്ചെടുക്കും. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള ഗോത്രജനതയുടെ കലാപത്തിൻ്റെ കാരണങ്ങൾ. ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ ദ കുർച്യ ലീഡർ രാമൻ നമ്പി. സെവറൽ പീപ്പിൾ അതർ ദാൻ ദ ട്രൈബ്സ് ഓൾസോ ജോയിൻഡ് ദ സ്ട്രഗിൾ. അതായത് കുറിച്യ നേതാവായിരുന്ന രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു കലാപം നടന്നത്. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റുള്ള ആളുകളും കലാപത്തിൽ പങ്കാളികളായി. The British government suppressed the struggle and killed രാമനമ്പി. പക്ഷെ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. T.H. Babar, the then sub-collector of Talasheri, recorded, if the rioters could resist one more month, they could control the entire state.
അതായത് അന്നത്തെ സബ് കളക്ടർ, തലശ്ശേരി സബ് കളക്ടർ എന്ന TH ബാബർ ആ കലാപത്തെപ്പറ്റി, കുറിച്യരുടെ കലാപത്തെപ്പറ്റി പറഞ്ഞത്, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. നേരത്തെ പറഞ്ഞു, ഗോത്രവിഭാഗങ്ങളുടെ കലാപം അല്ലെങ്കിൽ അവരുടെ ആക്രമണം എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും. അവർ ഒളിപ്പോരായിരിക്കും കൂടുതൽ നടത്തുന്നത്. അമ്പും വില്ലും അങ്ങനെയുള്ള പല രീതിയിലുള്ള അവരുടേതായ ആയുധങ്ങൾ വെച്ചിട്ടായിരിക്കും അവർ ഈ കലാപം നടത്തുന്നത്. പക്ഷെ അവർക്ക് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ കീഴിലായേനെ. അതുകൊണ്ടാണ് കുറിച്യ കലാപത്തിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ചരിത്രം കൊടുക്കുന്നത്. Besides the Sandal and Kurcha revolt, several other tribal insurgencies broke out in different parts of India. The important among them are 19ാം നൂറ്റാണ്ടിലെ സന്താൾ കുറിച്യ കലാപങ്ങൾ. ഈ 2 ഗോത്ര കലാപങ്ങൾ നമ്മൾ പഠിച്ചു. ഇതല്ലാതെ വേറെയും ഗോത്ര കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് പഹാരിയ റെബലിയൻ, പഹാരിയ കലാപം, കോൾ റെബലിയൻ, കോൾ കലാപം, ഘാസി റെബലിയൻ, ഘാസി കലാപം, ബീൽ റെബലിയൻ, ബീൽ കലാപം, മുണ്ട റെബലിയൻ, മുണ്ട കലാപം. Listen to the words of K. Suresh Singh, a historian, about the tribal struggles in India. The anti-British struggles of illiterate tribal communities were more aggressive, intense and continuous than any other sects, including peasants. അതായത് ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളാണ്. കർഷകരുൾപ്പെടെ ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അവർ ഇല്ലിറ്ററേറ്റാണ്. പക്ഷേ അവരുടെ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് മോർ അഗ്രസീവ്, തീവ്രവും, ഇൻറ്റൻസ് നിരന്തരവും, പിന്നെ കണ്ടിന്യൂസ് നിരന്തരവും, ആക്രമണോത്സുകവുമായ വളരെയധികം തീവ്രമായിട്ടുള്ള ഒരു കലാപമാണ് ഗോത്ര ജനത നടത്തിയിരുന്നത്. ഇത്രയുമാണ് ഈ പാർട്ടിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻറ്റ് സെക്ഷനിൽ. നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് പാർട്ടിൽ വരും. ഓക്കെ, താങ്ക് യു.